അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും ഇല്ലാത്തൊരു കളി ഇല്ലല്ലോ. എന്നാൽ കടയിൽ പോയി വാങ്ങി കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ മടിക്കുകയും ചെയ്യും. പക്ഷേ ഇനി പേടിക്കേണ്ട, ദാണ്ടേ വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാവേ. ഈ പൊറോട്ടയ്ക്ക് വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ഹാഫ് ഗോതമ്പും ഹാഫ് മൈദയായിട്ടാണ് മിക്സ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ മൊത്തത്തിൽ മൈദയായിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തമ്മിൽ ഭേദമായിരിക്കും. ഞാനിവിടെ 290 ml അളവിൽ ഗോതമ്പ് പൊടിയും അതേ റേഷ്യോ തന്നെ 290 ml മൈദയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ട മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമ്മളിത് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണല്ലോ. അല്ലാതെ മാവ് കുഴച്ച് വെച്ച് ഒരുപാട് നേരം കാത്തിരുന്നിട്ട് ചാട്ടിയിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല. നമുക്കൊരു പൊറോട്ട കഴിക്കാൻ കൊതി വരുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് സാധാ നോർമൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെയായിട്ട് നമ്മൾ മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. എൻ്റെ ചെറുതിൽ തൊട്ടേ എൻ്റെ ഉമ്മച്ചി എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കി തരുന്നത്. അതായത് കടയിൽ പോയി ഫുൾ മൈദ അടിച്ച് കയറ്റുന്നതിലും നല്ലത് എന്തുകൊണ്ടും ഇതല്ലേ നല്ലത് വീട്ടിൽ കഴിക്കാൻ. ഏകദേശം ഈ ഒരു പരുവ് ആവുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെക്കണം ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മറ്റുള്ള ജോലികൾ ഒതുക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഞാൻ അങ്ങനെ മൂടി വെച്ചോട്ടോ. അതിനുശേഷം താണ്ടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്കാണ് കേട്ടോ ബാക്കി പരത്താൻ പോകുന്നത്. നമുക്ക് ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അതായത് നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ട്, ഒരു പൊറോട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഉരുളയാക്കി എടുക്കാം. അതായത് ചെറിയ പൊറോട്ടയാണ് വേണ്ടെങ്കിൽ ചെറുതും, വലിയ പൊറോട്ടയാണ് വേണ്ടെങ്കിൽ വലുതും. ഇപ്പോൾ ഏകദേശം ഞാനെന്തായാലും മീഡിയം സൈസിലാണ് ഉരുളയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ദാണ്ട് ഇത് ഓരോന്നും എടുത്തിട്ട് ഇത് പരത്തുമല്ല കേട്ടോ. അതായത് പരത്തിയിട്ട് നമ്മൾ ചാട്ടിയിട്ട് വെക്കുക എന്ന് പറയും. അത് പൊറോട്ടയിൽ ചാട്ടിയിട്ട് വെക്കുകയാണെന്നാണ് ഞങ്ങൾ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വലുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഓരോന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ചുരുട്ടി വെക്കണം. അങ്ങനെ ഈ കാണിക്കുന്നത് പോലെ എല്ലാ റോളുകളും ഒന്ന് ചെയ്തെടുക്കാം. എൻ്റെ വീട്ടിലൊരു മെയിൻ ഡിഷ് തന്നെയാണ് കേട്ടോ ഈ പൊറോട്ട. അതായത് എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ടേ ഞാനിത് കഴിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. എത്ര കഴിച്ചാലും മതിയാവത്തതും ഇല്ല കേട്ടോ. അതായത് കടയിലെ പൊറോട്ട വേറൊരു ടേസ്റ്റും എന്നാൽ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറൊന്നും തന്നെയാണ്, പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ ദാണ്ടേ നമ്മൾ ഈ ചാട്ടയിട്ട് വെച്ചതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തി ചുടാവുന്നതാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ചെറുത് മതിയെങ്കിൽ ചെറുത്, അല്ലെന്നുണ്ടെങ്കിൽ വലുത് വേണമെങ്കിൽ വലുത്. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നല്ല ചൂടായ കല്ലിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വരെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതാണ്ട് ചുറ്റിനും ഒന്ന് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും അതൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് പൊറോട്ട റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണേ, ഇല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട അല്ലാതായി മാറും. ഇതുപോലെ രണ്ട് സൈഡ് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ ഇളകി വരും. നല്ല അടിപൊളി ചൂട് പൊറോട്ട റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയോട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായം പറയണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.